ഹൈദരാബാദിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ചാർമിനാറിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ചാർമിനാർ എക്സ്പ്രസ്സിലാണ്. അപ്പോൾ ചാർമിനാർ എക്സ്പ്രസ്സിൽ പോകുന്നതുകൊണ്ടാണ് ചാർമിനാറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇൻട്രോ എടുക്കുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഹൈദരാബാദിൽ നിന്നും ചെന്നൈക്ക് പോകുന്ന സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ തന്നെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് വണ്ടിയാണ് ഈ ചാർമിനാർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഹൈദരാബാദിൽ നിന്നും ചെന്നൈക്ക് പോവുകയാണ്. ചാർമിനാറിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഈ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറാനി ചായയും ബൻ മസ്കയും കിട്ടും. അത് ശരിക്കും ഇവിടേക്കാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. നമ്മുടെ അവിടേക്ക് ലേറ്റ് ആയിട്ടാണ് അതൊക്കെ വന്നത്. അപ്പോൾ ഇറാനി ചായയും ബൻ മസ്കയും നമുക്ക് കഴിച്ചിട്ട് നമുക്കിനി ട്രെയിനിൽ പോയി കയറാം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. ഞാൻ മൈക്ക് വെച്ച് മിണ്ടുന്നതുകൊണ്ടാണ് ഈ ശബ്ദം മര്യാദയ്ക്ക് എങ്ങനെ കേൾക്കുന്നത്. നല്ല തിരക്കാണ്. നോക്കിയേ, അടിപൊളി. ഫുള്ള് ഈ കച്ചവടക്കാരും ആൾക്കാരും ടൂറിസ്റ്റുകളും ഫുള്ള്. ഇവിടെ നമ്മൾ ഈ മൊബൈലും പേഴ്സൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാം അടിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ എന്നെ ഇവിടെ ഹൈദരാബാദ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നമ്മുടെ അനീഷ് ബ്രോയും ഷെഫീഖ് ബ്രോ ആണ്. നമ്മൾ കുറേ ആളായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. ഹായ്. അപ്പോൾ ഹൈദരാബാദ് വരുമ്പോൾ ഞാൻ അനീഷ് ബ്രോയുടെ അവിടെയാണ് എപ്പോഴും പോയി ഫ്രഷ് ആവുകയും അനീഷ് ബ്രോയുടെ അടുത്താണ് എപ്പോഴും പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ബൻ മസ്കയും ഇറാനി ചായയും കാണിക്കണം കേട്ടോ. അത് അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ ബൻ മസ്കയും ഇറാനി ചായയും കിട്ടുന്ന കട തന്നെ ഇതാണ് കേട്ടോ. നമ്മുടെ ചാർമിനാറിന് തന്നെ തൊട്ട് ഫ്രണ്ടിലുള്ള നിംറ കഫേ ആൻഡ് ബേക്കറി. ഇത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള കടയാണ്. അപ്പോൾ ഇവിടെ ഈ സംഭവം കിട്ടും. നമുക്കത് മേടിച്ച് നിങ്ങളെ കാണിക്കാം. കാരണം ഇത് നമ്മുടെ അവിടെ മാത്രമല്ല, ഇത് ശരിക്കും ഒറിജിനൊക്കെ ഈ ഹൈദരാബാദൊക്കെയാണ്. അപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ കേരളത്തിൽ ഈ ബൻ മസ്കയും ഇറാനി ചായയും വരുന്നതിന് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹൈദരാബാദിലുള്ള സാധനമാണിത്. നമ്മുടെ ബൻ മസ്ക് വലിയ ബണ്ണാണ്, ഇറാനി ചായയും. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. ഞാനിത് സെക്കൻഡ് ടൈമാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം കഴിച്ചത് പൂനെ വെച്ചിട്ടാണ്. അവിടെ ഇതേപോലെ ഒരു ഇറാനി കഫേ ഉണ്ട്. അവിടെ നിന്ന് ഇതേ സാധനം കുടിച്ചായിരുന്നു. ഇറാനി ചായ നല്ല കുറുക്കി അടിപൊളി സാധനമാണ്. ആ ബൻ മസ്ക് ഇതിനകത്ത് മുക്കി വേണം കഴിക്കുന്നതാണ് പറയുന്നത്. മുക്കി കഴിച്ചു നോക്കട്ടെ. നല്ല മധുരം, സൂപ്പറാ. നല്ല വലിയ ബണ്ണാണ് കേട്ടോ. ഇതിന് ഒരു ബണ്ണിന്, ഒരു ബൻ മസ്കയ്ക്ക് 50 രൂപയും ഒരു ചായക്ക് 25 രൂപയാണ് ആവുന്നത് കേട്ടോ. നമ്മുടെ അവിടെ എനിക്ക് തോന്നുന്നു 260 രൂപ റേഞ്ചിൽ കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ പക്ഷേ വലിയ ബണ്ണാണ് കേട്ടോ. വലിയ ബണ്ണാണ്. അപ്പോൾ ചാർമിനാർ കണ്ടിട്ട് നമ്മളിനി ചാർമിനാർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാൻ പോകണം കേട്ടോ. ചാർമിനാർ എക്സ്പ്രസ് ഹൈദരാബാദിൽ നിന്ന് വിടുന്നത് 6 മണിക്കാണ് വൈകിട്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഹൈദരാബാദ് സ്റ്റേഷനിലേക്ക്. ഹൈദരാബാദ് നമ്പള്ളി സ്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് ഇറങ്ങിയില്ലേ, അവിടെ നിന്നാണ് ചാർമിനാർ എക്സ്പ്രസ് പുറപ്പെടുന്നത്. അപ്പം ചാർമിനാറിൽ നിന്ന് നേരെ ചാർമിനാർ എക്സ്പ്രസ്സിൽ പോയി കയറാം. അങ്ങനെ ചാർമിനാർ കണ്ടിട്ട് നമ്മൾ ഹൈദരാബാദ് സ്റ്റേഷനിൽ വന്ന് ചാർമിനാർ എക്സ്പ്രസ്സിൽ കയറാൻ പോവാണ്. ചാർമിനാർ എക്സ്പ്രസ് എവിടെ കിടപ്പുണ്ടെന്ന് അറിയില്ല, നമുക്ക് അകത്ത് കയറി നോക്കാം. സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇത് ഹൈദരാബാദിൽ നിന്ന് വിശാഖപട്ടണം വരെ പോകുന്ന ഗോദാവരി സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം 6 കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 അങ്ങോട്ട് പോകാൻ നമ്മുടെ ചാർമിനാർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന്റെ റേക്ക് തന്നെ ഷണ്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ ട്രെയിൻ നമ്പർ 12760 ആണ് കേട്ടോ. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ റേക്ക് ഇവിടെ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. 6 വരുമെന്ന് പറഞ്ഞാൽ 5 ഇപ്പോൾ വരുന്നത് കേട്ടോ. 5:30 ഇപ്പോൾ സമയം. 6 മണിക്ക് വിടേണ്ട വണ്ടിയാണ്. ഇതിൻ്റെ ബോർഡ് ഉണ്ടോ, ഇത് ഈ വണ്ടിക്ക് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. ഇതുണ്ട് ഹൂപ്ലി എക്സ്പ്രസ്. അതായത് ഹൈദരാബാദിൽ നിന്ന് ഹൂബ്ലി പോകുന്നൊരു വണ്ടിയായിട്ട് ഈ വണ്ടിക്ക് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. സൗത്ത് സെൻട്രലിലെ ഹൈദരാബാദ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രസ്റ്റീജിയസ് വണ്ടിയാണ് ഈ ഒരു ചാർമിനാർ എന്ന് പറയുന്നത്. പണ്ട് മുതലുള്ള ഭയങ്കര ഡിമാൻഡുള്ള, എപ്പോഴും ഫുള്ളായിട്ട് ഓടുന്ന, നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട സിറ്റി ചെന്നൈയും ഹൈദരാബാദും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഓവർനൈറ്റ് വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ വണ്ടി എപ്പോഴും ഫുള്ളായിരിക്കും കേട്ടോ. ഈ വണ്ടി ശരിക്കും താമ്പരം വരെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ചെന്നൈ എഗ്മോർ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് വർക്ക് കാരണം ഇതിപ്പം ചെന്നൈ ബീച്ച് തന്നെ സ്റ്റേഷൻ വരെ ഓടുന്നുള്ളൂ കേട്ടോ. ചെന്നൈ ബീച്ചിൽ ഈ വണ്ടി ടെർമിനേറ്റ് ചെയ്യും, പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ AC 2 ടയറിനാണ് പോകുന്നത്. ഇതിന് 3 AC 2 ടയർ ഉണ്ട്, 6 3 ടയറും ഉണ്ട്, ഒരു ഫസ്റ്റ് AC ഉണ്ട് കേട്ടോ. എൻ്റെ കോച്ച് ഇതാണ് കേട്ടോ, A3 ആണ്. 2012 ഉണ്ടാക്കിയ കുറച്ച് പഴയ കോച്ചാണ് കേട്ടോ. ഇത് കുറച്ച് പഴയ കോച്ചാണ് കേട്ടോ, നല്ല പഴയ കോച്ചാണ്. 13 കൊല്ലം പഴക്കമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സൈഡിൽ ഡോർ 41 3ാമത്തെ ഡോറിൽ നിന്ന്. കോച്ച് കുറച്ച് പഴയതാണെങ്കിലും വൃത്തിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയിട്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ചാർജിങ് പോയിന്റ് ഇല്ല. സാധാരണ സൈഡ് ഡോറിൽ ഒരു ചാർജിങ് പോയിന്റ് ഉണ്ടാവേണ്ടതാണ്, പക്ഷെ അതിന് പകരം സൈഡ് അപ്പറിൽ 2 ചാർജിങ് പോയിന്റ് വരെ. നമ്മുടെ ചാർമിനാർ എക്സ്പ്രസിന്റെ ലോഗോ ഉണ്ടോ, ഈ റോഡ് ഷെഡിന്റെ ഒരു WAP7 ലോഗോ ആണ്.
37494. അപ്പോൾ ഇതാണ് നമ്മളെ ചെന്നൈ ബീച്ച് വരെ എത്തിക്കുന്നത്. അപ്പോൾ ലോക്കമൊക്കെ അവർ പിടിപ്പിച്ചു. ലോക്കോ പിടിപ്പിച്ചിട്ട് ജനറേറ്റർക്കാരൊക്കെ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് അത് തടുക്കാൻ വേണ്ടിയിട്ട് കോച്ചൊക്കെ. അപ്പോൾ നമ്മുടെ ക്രൂ ഒക്കെ കയറി റെഡി ആയിട്ടുണ്ട്. ഈ റോഡിൻ്റെ ലോക്കമാണ് കേട്ടോ. സാധാരണ ഇവരുടെ വണ്ടിക്കൊക്കെ ലാലാഗുഡയുടെയും വിജയവാഡയുടെ ലോക്കോ ഒക്കെയാണ്, പക്ഷേ ഇന്ന് ഈ റോഡിൻ്റെ ലോക്കമാണ്. നമ്മുടെ കോച്ച് എന്തായാലും ഫ്രണ്ടിലായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇത് ജനറൽ കഴിഞ്ഞിട്ട് HA1 ആണ് വരുന്നത്. മറ്റേ ഫസ്റ്റ് AC കം സെക്കൻഡ് AC ഇല്ലേ, അതാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ A1 A2 A3 അത് കഴിഞ്ഞ് B1 തൊട്ട് B6 അത് കഴിഞ്ഞ് സ്ലീപ്പർ. ഞാൻ യാത്ര ചെയ്യുന്ന കോച്ച് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഏതോ കോച്ചാണ് കേട്ടോ വരെ. അത് കൊള്ളാം. ചുമ്മാ അല്ല ഈ ഒരു പടുതി. ഞാൻ കരുതി ഇതെന്തുവാ അത്. 6 മണി 6 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചാർമിനാർ എക്സ്പ്രസ് അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. 6 മിനിറ്റ് ലേറ്റ് ആയിട്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് സെക്കന്ദരാബാദാണ് കേട്ടോ. സെക്കന്ദരാബാദിനാണ് ഈ വണ്ടിയിൽ കൂടുതൽ ആൾക്കാർ കയറുന്നത്. എനിക്ക് ഇവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ ബീച്ച് വരെ പോകാനായത് 1700 രൂപയാണ് കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് ഫെയർ ആണ്. ഒരു രാത്രി മൊത്തം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. നമ്മളിപ്പോൾ 6 മണിക്ക് പോയിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു 6:45 റേഞ്ചിലായിരിക്കും നമ്മൾ ചെന്നൈ ബീച്ച് എത്തുന്നത്. കാര്യം ഇത് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ പ്രസ്റ്റീജിയസ് വണ്ടിയാണെങ്കിലും ഇത് ഓൺ ടൈം ഓടാറില്ല. മിക്കപ്പോഴും ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ എപ്പോഴും ലേറ്റ് ആയിരിക്കും. ഇതിൻ്റെ റണ്ണിങ് സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ മതി, എപ്പോഴും ലേറ്റാണ്. എന്തെന്ന് എനിക്കല്ല, രാത്രി ഒരു കാസിപ്പേട്ട്, ഇപ്പം സെക്കന്ദരാബാദ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് കാസിപ്പേട്ട് തൊട്ട് ഇത് ലേറ്റ് ആവും. 1 മണിക്കൂർ 2 മണിക്കൂറിലൊക്കെ ലേറ്റ് ആവും. നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് ലേറ്റ് ആവുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ആയിട്ടും ഇത് ലേറ്റ് ആവുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. 6:33 ആയപ്പോഴേക്കും നമ്മുടെ ചാർമിനാർ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയുണ്ട് സെക്കന്ദരാബാദ് ജംഗ്ഷനിൽ വന്ന്. ഇനി ഇവിടെ നിന്നാണെങ്കിൽ ആൾ കയറി വണ്ടി ഫുള്ളാവുന്ന കേട്ടോ. ഈ വണ്ടിക്ക് എപ്പോഴും end-to-end ബുക്കിംഗ് ആണ് വരുന്നത്. എപ്പോഴും സെക്കന്ദരാബാദ് അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ വരെയാണ് ഇതിന് ബുക്കിംഗ് വരുന്നത്. നല്ല ഫുള്ളായിട്ട് ഓടുന്ന വണ്ടിയാണ്. നമുക്ക് ജനറൽ സ്ലീപ്പറിനൊക്കെ എന്തോരം ആൾക്കാരാണ് കയറാൻ. ഇവിടെ സ്റ്റേഷനകത്തുണ്ട് എന്തോ വലിയ ഫുട് ഓവർ ബ്രിഡ്ജ് എന്തോ സംഭവം എന്തോന്ന് പണി നോക്കി. എന്തോ വീതി നോക്കിയതിനെ. ഇവിടെ ഭയങ്കര കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതാണ് ഈ കാണുന്നത്. എസ്കലേറ്ററൊക്കെ പെട്ടിയിലൊക്കെ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നു, അപ്പോൾ അതിൻ്റെ ഔട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റേ സ്ലിപ്പ് ട്രെയിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് കൊടുത്തു കേട്ടോ. സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദരാബാദ് ഡിവിഷൻ്റെയാണ് വണ്ടി. 2 ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചാർമിനാർ എക്സ്പ്രസ് ട്രാവൽ ചെയ്യുന്നത് 823 കിലോമീറ്ററാണ്. 14 മണിക്കൂറും കൊണ്ടാണ് ഇത്ര കിലോമീറ്റർ കവർ ചെയ്യുന്നത്. ഈ ഹൈദരാബാദ് ചെന്നൈ റൂട്ടിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് വണ്ടിയും കൂടാണ് നമ്മൾ ഈ പോകുന്ന ചാർമിനാർ. ഫസ്റ്റ് മറ്റേ ചർലപ്പള്ളി ചെന്നൈ സെൻട്രൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, പക്ഷേ അത് ചർലപ്പള്ളി എന്നാണ്, നമ്മൾ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരേ ടൈം തന്നെയാണ്. ഫാസ്റ്റസ്റ്റ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത്യാവശ്യം നല്ല ഓട്ടമാണ് ഇത് ഓടുന്നത്. പക്ഷേ ഇത് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് ദിവസമായിട്ടല്ലേ ലേറ്റാണ് രാത്രിയിലൊക്കെ. നല്ല സർവീസ് ആട്ടോ, ഒരു ടവൽ വരെ നമുക്ക് കൊണ്ടു തന്നു, അന്നേരം കൊള്ളാം. ഇത് ലേറ്റ് ആവാൻ കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പം നമ്മളൊരു 3/4 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റാണ്. ഇത് ഇങ്ങനെ അവിടെ ഇവിടെ ഓരോ സ്റ്റേഷനിലുകൊണ്ട് പിടിച്ചിടുന്നുണ്ട്. ഗുഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗുഡ്സ് മെയിൻ ലൈനിൽ കിടക്കുന്നതുകൊണ്ട് ഈ വണ്ടി ഇങ്ങനെ ലൂപ്പ് ചെയ്താണ് പോകുന്നത്. ഗുഡ്സ് കാരണമാണ് തോന്നുന്നത് ഇത് ലേറ്റ് ആകുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഒരു 3/4 മണിക്കൂർ ലേറ്റാണ് വണ്ടി. വലിയ സ്പീഡ് എടുക്കുന്നില്ല. 130 സ്ട്രെച്ചാണ്, പക്ഷേ സ്പീഡ് അതേ എടുക്കുന്നില്ല. ഞാൻ കാസിപ്പേട്ടയിൽ നിന്ന് ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിനകത്തും ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. ഇതിന് പാൻട്രി ഒന്നുമില്ല കേട്ടോ, പുറത്തുനിന്ന് ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഭക്ഷണം. കോച്ചെല്ലാം നല്ല ക്ലീനാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അത് സമ്മതിച്ചു കൊടുക്കണം. നല്ല വൃത്തിയുണ്ട്. ഡസ്റ്റ്ബിനാണെങ്കിൽ തന്നെ മറ്റേ കവറൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആ കവർ അങ്ങ് ഡിസ്പോസ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. എല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ. എൻ്റെ കോച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് റെയിൽ കോച്ച് ഫാക്ടറി റായ്ബറേലിയിലാണ് കേട്ടോ. ഈ റെയിൽ കോച്ച് ഫാക്ടറി റായ്ബറേലിയുടെ ലോഗോ കണ്ട് ഇപ്പോഴാണ് കാണുന്നത്. നോക്കിയാൽ നല്ല രസമുണ്ട് ലോഗോ കാണാൻ വേണ്ടിയിട്ട്. 2012 ഡിസംബറിൽ ഉണ്ടാക്കിയ കോച്ചായത്.
നമ്മളിപ്പോൾ കാസിപ്പേട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാസിപ്പേട്ട് ഇലക്ട്രിക് ലോക്കോഷെറ്റാണ് ഈ കാണുന്നത് കണ്ടോ. കാസിപ്പേട്ടിന് ലോക്കോസ് എടുക്കുന്നുണ്ടോ? ഈ കാസിപ്പേട്ടിൻ്റെ ഇലക്ട്രിക് ലോക്കോഷെറ്റാണ് ഈ കാണുന്നത് കണ്ടോ. എല്ലാം WAG9 ലോക്കോസ് ആണ്. നോക്കി ഓക്കെ, ഇതാണ് കാസിപ്പേട്ടിൻ്റെ ഇലക്ട്രിക് ലോക്കോഷെറ്റ്. ഇവിടെ ഇലക്ട്രിക് ലോക്കോഷെറ്റും ഉണ്ട്, ഡീസൽ ലോക്കോഷെറ്റും ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. ഡീസൽ ലോക്കോ ലിവറിൽ മറ്റേ ഗുഡ്സ് ലോക്കോസ് ഒക്കെ ഉണ്ട്, WDG 4D അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഈ കാസിപ്പേട്ട് കഴിഞ്ഞിട്ട് വാറങ്കൽ എന്ന സ്റ്റേഷനുള്ളത്. വാറങ്കൽ മറ്റേ ഡൽഹി ചെന്നൈ റൂട്ടിലുള്ള മെയിൻ സ്റ്റേഷനാണ്. അപ്പോൾ വാറങ്കൽ വന്നാൽ ഹൈദരാബാദിലുള്ളവർക്ക് നാട്ടിൽ വരാൻ വേണ്ടി വാറങ്കൽ വന്നാൽ ട്രെയിൻ കിട്ടും നാട്ടിലേക്ക്, ഡൽഹി വഴി വരുന്ന വണ്ടികൾ. കാരണം ഈ ഹൈദരാബാദിൽ നിന്ന് ആകെ ശബരി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഹൈദരാബാദിന് ഏകദേശം ഒരു 100-140 കിലോമീറ്റർ ഉണ്ട് വാറങ്കൽ വന്നാൽ എനിക്ക് ഇതേപോലെ നാട്ടിലേക്ക് ട്രെയിൻ കിട്ടും. കാസിപ്പേട്ടും വാറങ്കലൊക്കെ ഇതേപോലെ ഒക്കെ ഫുഡൊക്കെ കിട്ടും. ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക എല്ലാ വലിയ സ്റ്റേഷനിൽ ഇതേപോലെ രാത്രി എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കിട്ടും, ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇവിടെ നിന്ന് സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു, അത് കൊണ്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊണ്ട് തരുമായിരിക്കും. ഇവിടുത്തെ സ്റ്റേഷനൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ട് ഓർബിച്ചൊക്കെ ഉണ്ട്, ഓർബിച്ച് ലിഫ്റ്റൊക്കെ അടിപൊളി ആയിക്കൊണ്ടിരിക്കും. നോക്കിയേ, സെറ്റാണ് കേട്ടോ. ചാർമിനാർ എക്സ്പ്രസ്സിന് അടുത്ത സ്റ്റോപ്പ് വാറങ്കലാണ്, തൊട്ടടുത്ത സ്റ്റോപ്പാണ് വാറങ്കൽ. ഇവിടെ നിന്ന് ആ ഒരു മെയിൻ ലൈനിൽ കയറിയാൽ, അതായത് നാഗ്പൂർ ചെന്നൈ ആ മെയിൻ ലൈനിൽ കയറിയാൽ പിന്നെ നമ്മൾ ഫുള്ള് അടിച്ചുവിട്ട് നേരെ അങ്ങ് പോകത്തേ ഉള്ളൂ. കാസിപ്പേട്ടിൻ്റെ ഗുഡ്സ് ലോക്കോസ് ഒക്കെ മിക്കവാറും നമ്മുടെ അവിടെ ഒരു സ്പെഷ്യൽ ട്രെയിൻ കൊണ്ടോ അല്ലെങ്കിൽ ഗുഡ്സ് കൊണ്ടൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ G9 ഗുഡ്സ് ലോക്കോസ് ഉണ്ട്. മഹബൂബ് നഗറിന്ന് വിശാഖപട്ടണം പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. നമ്മുടെ പാരലി ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ കയറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സെക്യൂരിറ്റി നമ്മൾ വിട്ട് കേട്ടോ, എന്തെങ്കിലും കൊള്ളാം. ഞാൻ രാത്രിത്തേക്ക് ഡിന്നർ വാങ്ങിയത് മോമോസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം കൊള്ളാൻ തോന്നുന്നു, കണ്ടിട്ട് കഴിച്ചോട്ടെ. പക്ഷെ കുറച്ച് കട്ടിയുണ്ട്, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അത്ര ജ്യൂസി ഇല്ല നമ്മൾ സാറിന് മേടിക്കുന്ന പോലെ. കുഴപ്പമില്ല, കഴിക്കാം. നമ്മളങ്ങനെ വാറങ്കൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇപ്പോഴും ഒരു 50 മിനിറ്റ് ലേറ്റാണ് കേട്ടോ. దయచేసి వినండి, రైలు నంబర్ 2070. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വാറങ്കൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനാണ്. ഇവിടുന്ന് ഈ ഹൈദരാബാദിലേക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള ആൾക്കാരും തിരിച്ചുള്ള ആൾക്കാരൊക്കെ കയറുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും സ്റ്റേഷനിൽ. దయచేసి వినండి, రైలు నంబర్ 170 നമ്മുടെ വണ്ടിയിൽ കയറാനുള്ളതെല്ലാം കയറി സെക്കൻഡറാവാർ ആയപ്പോൾ തന്നെ വേറെ ആരും ഇല്ല, അതുകൊണ്ട് ഇടയ്ക്കൊന്നും ആരും കയറത്തൊന്നുമില്ല. ഇപ്പം നമ്മുടെ വണ്ടി ശരിക്കും 130 kmph കയറി അടിച്ച് മിനിറ്റ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏതോ സ്റ്റേഷനൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അടിച്ചുവിട്ട് പോകും. സമയം ഇപ്പോൾ രാത്രി 10:15. നമ്മുടെ ചാർമിനാർ എക്സ്പ്രസ് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇവിടെ ദൊർണക്കൽ ജംഗ്ഷൻ എന്നൊരു സ്ഥലത്തെത്തുന്നത്. ഇത് എല്ലാ ദിവസവും ലേറ്റാണ്. ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും 1 hour പ്ലസ് ലേറ്റാണ്. എന്താ ഒരു പിടിയില്ല. ആസ് പെർ ടൈമിങ് രാത്രി ഒരു 11:45 റേഞ്ചിൽ വിജയവാഡ എത്തേണ്ടതാണ്. അറിയില്ല എപ്പോൾ എത്തുന്നു. ഞാൻ അതിന് മുമ്പ് കിടന്നുറങ്ങും.
ഹായ് ഗൈസ്, ഇപ്പം രാവിലെ 5 മണിയായി. നമ്മൾ നായിഡുപേട്ട എന്നൊരു സ്റ്റേഷനിലെത്തി. നമ്മുടെ ചെന്നൈക്ക് തൊട്ട് മുമ്പുള്ള 2ാമത്തെ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഇതിനകത്ത് സുല്ലൂരുപേട്ട സ്റ്റോപ്പുണ്ട്, അതിനാലാണ് ചെന്നൈ ബീച്ച്. ഇപ്പം സമയം രാവിലെ 5 മണിയായി കേട്ടോ. അരമണിക്കൂർ ലേറ്റ് എന്തേ ഉള്ളൂ നമ്മുടെ വണ്ടിക്ക്. രാത്രിയൊക്കെ നല്ല കിടിലം നല്ല ഓട്ടമായിരുന്നു, പറപ്പിച്ച് വിടുമായിരുന്നു. സാധാരണ ലേറ്റ് ആകുന്നതാണ്, പക്ഷെ ഇന്നെന്തോ ലേറ്റ് ആയില്ല, വലിയ ഡിലേ ഒന്നുമില്ല. 127604 मीनार एक्सप्रेस हैदराबाद से तांबरम प्लेटफॉर्म क्रमांक 2 से रवाना होने के लिए तैयार है. ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, 18 ഡിഗ്രി തണുപ്പൊക്കെ ഉണ്ട്. ചെന്നൈയിലാണെങ്കിലും, ചെന്നൈ അടുത്താണല്ലോ ഇപ്പോൾ. ഇവിടെ മഴ പെയ്യുന്ന സമയം കൂടെ ആയതുകൊണ്ടേ. നമ്മുടെ ചാർമിനാർ എക്സ്പ്രസിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്, സുല്ലൂരുപേട്ട കേട്ടോ. അപ്പുറത്ത് ചെന്നൈ ലോക്കൽ നടക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ ചെന്നൈ ലോക്കൽ നടക്കുന്നത്. ഇത് ആന്ധ്രയാണ്, പക്ഷേ ചെന്നൈ ലോക്കൽ ഇവിടെ നിന്ന് നടക്കും, കാരണം ബോർഡർ സ്ഥലമാണ്. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ, AC ന്നാണേലും ജനറലാണേലും. ഞാൻ ഇത്ര നേരത്തെ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. സാധാരണ ഇത് ഞാൻ നോക്കിയപ്പോൾ എല്ലാം 1 hour കൂടുതൽ ഡിലേ ആയതുകൊണ്ടാണ് നേരത്തെ എത്തും. ഇപ്പം നേരം വെളുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം 6:15 ആവുന്നു. അപ്പം മിക്കവാറും 6:45 ആ ടൈമിൽ എത്തിക്കത്തുള്ളൂ. 6:45 ടൈം അവിടുത്തെ ചെന്നൈ ബീച്ചിലെ. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ ചെന്നൈ ബീച്ച് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റോയപുരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നൈ ബീച്ചായിട്ട് എത്തിക്കൊണ്ടിരിക്കുക. ഈ ചെന്നൈ ബീച്ചുള്ളത് മറ്റേ ചെന്നൈ ബൈപ്പാസ് ചെയ്യുന്ന ലൈനാണ്. അതായത് ചെന്നൈക്കോടുന്ന് വളഞ്ഞ ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയില്ല, ആ വഴി കൂടെ വരുമ്പോഴാണ് ചെന്നൈ ബീച്ചിലാണ് സ്റ്റേഷൻ. ഈ ചെന്നൈ ബീച്ച് സ്റ്റേഷൻ ശരിക്കും ബീച്ചിനടുത്ത സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ പേര് വന്നത്. പഴയൊരു സ്റ്റേഷനാണ്. നമ്മളെപ്പോലെ തന്നെ ഏതോ ഒരു വണ്ടി കണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഏതാണോ എന്തുവാ, ഇത് വണ്ടിയാ സേലോ, CSMT ചെന്നൈക്മോർ സേലോ. ഇത് ഏതാണെന്ന് അറിയാം. ഇത് ചെന്നൈക്മോർന്ന് മുംബൈ CSMTക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് പോകുന്നത്. ഇത് മുംബൈയുടെ വണ്ടിയാണ്, സെൻട്രൽ റെയിൽവേയുടെ വണ്ടിയാണ്, ICF വണ്ടി. ഈ ചെന്നൈ ബീച്ച് സ്റ്റേഷൻ അത്യാവശ്യം നല്ല ഒരു വലിയ സ്റ്റേഷനാണ്. ഈ ചെന്നൈ സെൻട്രലിലൊക്കെ വെള്ളം പൊങ്ങുമ്പോൾ നമ്മുടെ മദ്രാസ് മെയിലൊക്കെ ഇവിടെ നിന്ന് തുടങ്ങുന്നത് അറിയാമോ. മദ്രാസ് മെയിൽ അങ്ങനത്തെ വണ്ടികളൊക്കെ എല്ലാം ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്തോരാളെ നോക്കി ഇവിടെ ഒന്ന് ഇറങ്ങിയാൽ നോക്ക്, ഫുള്ള് ഈ വണ്ടിയിലെ എല്ലാ ആൾക്കാരും ഇവിടെ ഇറങ്ങി കേട്ടോ. അങ്ങ് ദൂരെ ഏതോ വണ്ടിക്ക് അലോട്ടായ LSP കോച്ചൊക്കെ കിടക്കുന്നുണ്ടാവും.
നമ്മുടെ മറ്റേ മംഗലാപുരം മീറ്റിലെല്ലാം ഉള്ള ആളെ ആർക്കറിയാം. ഈ ഒരു വണ്ടി ഒക്കെ ഒത്തിരി അങ്ങ് ഇറക്കി അങ്ങ് ഇട്ടേക്കും. അല്ലെ ലോക്കോടെങ്കിലും ഒരു പടം എടുക്കായിരുന്നു. എനിക്ക് നമ്മുടെ ചാർമിനാർ എക്സ്പ്രസിനെ ഇവിടെ ചെന്നൈ ബീച്ച് വരെ എത്തിച്ച ലോക്കമാണ് ഈ റോഡിന്റെ ഒരു WP7 37494 കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇതിന് റേറ്റ് ഷെയറിംഗ് ഉണ്ടത് ഹൂബ്ലി എക്സ്പ്രസ് കേട്ടോ. ആ ഹൂബ്ലി എക്സ്പ്രസിന്റെ പേരും നമ്മുടെ വണ്ടിയുടെ പേരും ഇതേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചാർമിനാർ എക്സ്പ്രസ് തിരിച്ച് ഹൈദരാബാദ് പോകുന്നത് വൈകിട്ട് 5:30 കേട്ടോ. വൈകിട്ട് 5:30 വരെ ഈ വണ്ടി ഇവിടെ കിടക്കും. ചിലപ്പോൾ എടുത്ത് മാറ്റുമായിരിക്കും, വേറെ എല്ലാം കൊണ്ടിടുമായിരിക്കും. ഇവിടുന്ന് ലോക്കൽ ട്രെയിൻസ് ഇഷ്ടം പോലെ കിട്ടും. ചെന്നൈ സെൻട്രൽ പോകാൻ വേണ്ടി ചെന്നൈ പാർക്ക് ടൗണിൽ ഇറങ്ങിയാൽ മതി. പിന്നെ ഇവിടെ നിന്ന് താമ്പരം വരെ നമുക്ക് ലോക്കൽ ട്രെയിൻ കിട്ടും കേട്ടോ. ചെന്നൈ ബീച്ച് സ്റ്റേഷനിലെ ബോർഡുണ്ട്. നിങ്ങൾ പഴയൊരു ബോർഡ് KSRനൊക്കെ പോലിരിക്കുന്നത് നമുക്ക് ചെന്നൈ എന്താ കടക്കരയെന്നോ അങ്ങനെ എന്തോ ആണ് ഹിന്ദിയിലിരിക്കുന്നത്. ചെന്നൈ ബീച്ചിൽ നിന്ന് വേലച്ചേരിക്ക് പോകുന്ന ഒരു ലോക്കൽ ട്രെയിൻ കിടക്കുന്നുണ്ടോ. വേലച്ചേരി ഇവിടെ നല്ല ദൂരമുണ്ട്, ഔട്ട്സ്കേർട്സിലായിട്ടാണ്. ഞാനിവിടെ ചെന്നൈ സെൻട്രലിനടുത്തുള്ള ചെന്നൈ പാർക്ക് സ്റ്റേഷനിൽ വന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. വീഡിയോ ഇടണ്ടേ, നമ്മൾ മൊബൈൽ ഡേറ്റ വെച്ച് ചെയ്യുന്നത്. വൈഫൈ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു അനുഭവം ഉണ്ടായ പിന്നെ പബ്ലിക് വൈഫൈ ഒന്നും യൂസ് ചെയ്യാറില്ല. പബ്ലിക് വൈഫൈ വഴിയാണോ എന്ന് കയറിയത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ചെന്നൈ സെൻട്രലിൽ പോയിട്ടാണ് ഫ്രഷ് ആവാൻ വേണ്ടി. കാരണം അവിടെ മറ്റേ ഫ്രഷ് ആവുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത വണ്ടി താമ്പരത്തു നിന്നാണ്, അനന്തപുരിയാണ്. അത് താമ്പരത്തു നിന്ന് രാത്രി 8:15 കേട്ടോ. അപ്പോൾ ഹൈദരാബാദിൽ നിന്നും ചെന്നൈ വരെ വന്ന ചാർമിനാർ സൂപ്പർ ഫാസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് അനന്തപുരി എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ്. താമ്പരത്ത് നിന്നും കൊല്ലം വരെ നമ്മൾ പോകുന്നുണ്ട് അനന്തപുരി എക്സ്പ്രസ്സിന്. നേരത്തെ ചെന്നൈ മോഡായിരുന്നു, ഇപ്പോൾ അവിടെ പണി കിടക്കുന്ന കാരണം താമ്പരത്ത് നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അനന്തപുരിയുടെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.